നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി മറ്റുള്ളവരെ പോലെയല്ലെന്ന് കോടതി. ശിക്ഷാവിധിയിന്മേലുള്ള പ്രതിഭാഗം വാദത്തിനിടയിലാണ് കോടതി ഇക്കാര്യം പറഞ്ഞത്. പൾസർ സുനി സ്ഥിരം കുറ്റവാളിയാണോ എന്ന് പരിശോധിക്കാൻ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലവും കോടതി പരിശോധിച്ചു. പ്രതിയെ ശിക്ഷിച്ചതിന്റെ ഉത്തരവുകളും ചോദിച്ചു. അമ്മ അസുഖബാധിതയെന്നാണ് പൾസർ സുനി വാദം ഉന്നയിച്ചത്. നേരത്തെ പ്രോസിക്യൂഷൻ വാദത്തിനിടയിലും യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയെന്ന് കോടതി പറഞ്ഞു. ബാക്കിയുള്ളവർ സഹായികൾ അല്ലേ എന്നും കോടതി ചോദിച്ചിരുന്നു. അതിജീവിതയുടെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കണം. ഒരു സ്ത്രീയുടെ അന്തസ്സിന്റെ കാര്യമാണിതെന്നും കോടതി വാദമധ്യേ പറഞ്ഞു. ശിക്ഷയിൽ പരമാവധി ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷവും രണ്ടാം പ്രതി മാർട്ടിൻ അടക്കമുള്ളവർ 6.5 വർഷവും റിമാൻഡ് കാലാവധിയിൽ തടവിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് കണക്കാക്കി ശിക്ഷാ ഇളവ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതികൾക്ക് പരമാവധി ഉയർന്ന ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തത് ഒന്നാം പ്രതിയെന്ന് കോടതി പറഞ്ഞു. ബാക്കിയുള്ളവർ സഹായികൾ അല്ലേ എന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഓരോ കുറ്റങ്ങളും വ്യത്യസ്ത കുറ്റങ്ങളാണെന്നും ഓരോ പ്രതികൾക്കും കുറഞ്ഞ ശിക്ഷ നൽകാനും കൂടുതൽ നൽകാനും കൃത്യമായ കാരണം വേണമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കുകയും ചെയ്തു. കണ്ണികളായാണ് പ്രതികൾ പ്രവർത്തിച്ചത്. ഇനിയും വിവരങ്ങൾ പുറത്തു വരാനുണ്ടെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. അന്വേഷണം ഇനിയും കഴിഞ്ഞില്ലേ എന്നാണ് കോടതി ആരാഞ്ഞത്. സമൂഹത്തിന് വേണ്ടിയാണോ താൻ വിധി എഴുതേണ്ടതെന്നും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചു. ശിക്ഷാവിധിയിൽ വാദം നീണ്ടപ്പോൾ ശിക്ഷാവിധി ഇന്നു തന്നെ ഉണ്ടാകുമെന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തു. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ 6 പ്രതികളും കോടതിയിൽ ഏറ്റുപറഞ്ഞത് തങ്ങൾ നിരപരാധികളാണെന്ന്. കോടതിയിൽ ഹാജരാക്കിയപ്പോഴാണ് കുറ്റവിമുക്തരാക്കാമെന്നും കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും പ്രതികൾ ആവശ്യപ്പെട്ടത്. ശിക്ഷാവിധിക്ക് മുമ്പ് എന്തെങ്കിലും പറയാൻ ഉണ്ടോ എന്ന് ആരാഞ്ഞപ്പോഴാണ് പ്രതികൾ കോടതിയോട് ഇങ്ങനെ പറഞ്ഞത്. ജഡ്ജി ആദ്യം വിളിച്ചത് പൾസർ സുനിയെയാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല, വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂവെന്ന് പൾസർ സുനി പറഞ്ഞു. രണ്ടാം പ്രതി മാർട്ടിൻ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും മാർട്ടിൻ പറഞ്ഞു. ചെയ്യാത്ത തെറ്റിന് 5.5 വർഷം ജയിലിൽ കടന്നു. പ്രായമായ മാതാപിതാക്കളാണ് വീട്ടിലുള്ളത്. താൻ ജോലി ചെയ്തു കിട്ടുന്ന പണം കൊണ്ടാണ് വീട് പോറ്റുന്നത്. തന്റെ നിരപരാധിത്വം മനസ്സിലാക്കി ജയിൽ മോചിതനാക്കണമെന്ന് മാർട്ടിൻ പറഞ്ഞു. കുറ്റം ചെയ്തിട്ടില്ലെന്ന് തന്നെയായിരുന്നു മൂന്നാം പ്രതി ബി മണികണ്ഠന്റെ വാദം. ഭാര്യയും 2 കുട്ടികളും മാത്രമാണുള്ളത്. 9 വയസ്സുള്ള മകളും 2 വയസ്സുള്ള മകനുമുണ്ട്. അവർക്ക് ഏക ആശ്രയം താൻ മാത്രമാണെന്നും തന്നോടും കുടുംബത്തോടും അലിവ് തോന്നണമെന്നും മണികണ്ഠൻ പറഞ്ഞു. തനിക്ക് കുറഞ്ഞ ശിക്ഷ നൽകണമെന്നും നാട് തലശ്ശേരിയിലാണെന്നും കണ്ണൂർ ജയിലിലേക്ക് അയക്കണമെന്നായിരുന്നു 4ാം പ്രതി VP വിജേഷ് ആവശ്യപ്പെട്ടത്. താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ് 5ാം പ്രതി വടിവാൾ സലീം എന്ന H സലീം പറഞ്ഞത്. ഭാര്യയും 1 വയസ്സുള്ള പെൺകുട്ടിയുമുണ്ട്. ഇവർക്ക് ആശ്രയം താൻ മാത്രമാണെന്നും സലീം പറയുന്നു. 6ാം പ്രതി പ്രദീപ് കോടതിയിൽ പൊട്ടിക്കരഞ്ഞു.